എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേസ്ലെറ്റാണ്. ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് ബീഡ്സ് വേണം. ബീഡ്സ് ഞാനിങ്ങനെ ചെറിയ സൈസ് ബീഡ്സാണ് എടുത്തേക്കുന്നത്. വൈറ്റ് ചെറിയ സൈസ് ബീഡ്സ്, പിന്നെ എടുത്തേക്കുന്ന ബീഡ് എന്ന് പറയുമ്പം ഇത് റോസ് ഫ്ലവറിൻ്റെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേണ്ടത് ഇതാ ഹുക്ക്, ഫിഷ് ഹുക്ക്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഇതാ ഈ കൊളുത്ത് വേണം. പിന്നെ ത്രെഡ് വേണം. ഞാൻ എടുത്തേക്കുന്ന ത്രെഡ് എലാസ്റ്റിക് ത്രെഡാട്ടോ, എലാസ്റ്റിക് ത്രെഡാണേ. ഇത്രയും സാധനമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഇത് ഈ പിന്നെ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വെച്ചങ്ങ് സെക്യൂർ ആക്കുവാണെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടാവും ഉണ്ടാക്കാൻ വരുമ്പോഴത്തേക്ക്, എലാസ്റ്റിക് ത്രെഡ് അല്ലേ, അതുകൊണ്ട് ആണ് ഉണ്ടാക്കാൻ തുടങ്ങാതെ. 2 ബീഡ്സ് എടുക്കുക. എന്താ ഒരു ത്രെഡിലോട്ട് കയറ്റുക ബീഡ്സ് 2 ഇതിങ്ങനെ കയറ്റുക. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്, ബ്രേസ്ലെറ്റാണ്. സിമ്പിളാണ്. എന്നിട്ട് ഒരു റോസ് ഫ്ലവർ എടുക്കണം. റോസ് ഫ്ലവറിൻ്റെ ഇതിലുള്ള ബീഡ്സ്. ഇതാ നമ്മളുണ്ടോ, നമ്മൾ ഈ സൈഡിലെ ബീഡ്സ് അല്ല, ത്രെഡിലാണെങ്കിൽ നമ്മൾ ബീഡ്സ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ത്രെഡ് കയറ്റി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വലിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി ആദ്യം ചെയ്ത പോലെ ഈ ചെറിയ ബീഡ്സ് എടുക്കുക, കോർക്കുക. ഈ ബീഡ്സിനേക്കാളും കുറച്ചുകൂടെ നല്ല എളുപ്പവും കുറച്ചുകൂടെ ഭംഗിയും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് ബീഡ്സ് ഇല്ലേ, അതാണ് കുറച്ചുകൂടെ ഭംഗി. എൻ്റെ കയ്യിൽ ഇത് തികച്ചില്ല, ഒരു 3-4 ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഉള്ള ബീഡ്സിൽ ചെയ്തതേ റൗണ്ട് ബീഡ്സ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായനെ. ഇങ്ങനെ ഭംഗിയില്ലെന്നല്ല പറഞ്ഞേ, കാണാനൊരു ലുക്കേ. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോകണം. നമ്മുടെ കൈയുടെ വലുപ്പത്തിനനുസരിച്ച്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. സോറി, തട്ടിപ്പോയതാണേ, സോറി. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക നമ്മൾ. കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാകും കേട്ടോ എൻ്റെ വീഡിയോയിൽ. ഞാൻ ഇത് തുടക്കമായതുകൊണ്ടേ പരിചയക്കുറവുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പോകെ ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. നിങ്ങൾക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്ത് കമൻറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. ഞാൻ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചെറിയ ബീഡ്സ് ആയത് കാരണമേ കയറാനൊരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ബീഡ്സ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നേ. എൻ്റെ കയ്യിലില്ലാതെ പോയി, ആകെ 5-6 എണ്ണങ്ങാണ്ടേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് തികയില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ ബീഡ്സ് എടുത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി.
അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയുമോ? ഈ ഫിഷ് ഹുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ടൈ ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ആദ്യം ഒരു സിംഗിൾ ഹുക്ക് കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ അകത്തോട്ട് ഹുക്ക് ഇടാൻ. എന്നിട്ട് നമ്മളിതിങ്ങനെ ടൈ ചെയ്യുക. എലാസ്റ്റിക് ആയതാണ്, സൂക്ഷിച്ച് ഇടണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോവേ. ഒരു 2-3 പ്രാവശ്യം ടൈ ചെയ്യണേ, അല്ലെങ്കിൽ ലൂസായി പോവും. ആയിട്ടുള്ള ഇതില്ലേ, അതങ്ങ് കുറച്ച് മാറ്റി കട്ട് ചെയ്യണം. ഓക്കെ, ഇതില്ലേ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, പെൺപിള്ളേർക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ബ്രേസ്ലെറ്റാണ്. നല്ല രസമില്ലേ കാണാൻ? നല്ല ഭംഗിയായിട്ടില്ലേ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.